ദൃശ്യം വിസ്മയിപ്പിക്കുന്ന ദൃശ്യം. മോഹൻലാൽ ഫാനെന്നോ മമ്മൂട്ടി ഫാനെന്നോ വീട്ടിൽ ക്രോംപ്ടന്റെ ഫാനെന്നോ ഒക്കെയുള്ള തരംതിരിവുകൾ ഒന്നുമില്ലാതെയാണ് ദൃശ്യം എന്ന സിനിമ കാണാൻ കയറിയത്. സിനിമ തുടങ്ങുന്നതുവരെയും മോഹൻലാൽ, മീന, 2 കുട്ടികൾ എന്ന ന്യൂക്ലിയർ കുടുംബത്തിന്റെ വളരെ ലളിതമായ നിശ്ചല ദൃശ്യങ്ങൾ മാത്രമായിരുന്നു മനസ്സിൽ. ഇടുക്കി അടിസ്ഥാനമാക്കിയുള്ള മലയോര ഗ്രാമപ്രദേശത്തെ കഥ പറയുന്ന മറ്റേതൊരു സിനിമയെയും പോലെയായിരിക്കും ദൃശ്യം എന്ന മുൻവിധിയും ഉണ്ടായിരുന്നു. തികച്ചും സാധാരണ രീതിയിൽ തുടങ്ങുകയും അതേ ലെവലിൽ നീങ്ങുകയും ചെയ്തതോടെ അവസാന രംഗം വരേക്കും മനസ്സിൽ കുറിച്ചിട്ട് സീറ്റിൽ ചാരിയിരുന്ന് ഉറങ്ങാൻ പദ്ധതിയിട്ടു. ഇടവേളയ്ക്ക് ഒരു 20 മിനിറ്റ് മുൻപ് സ്ക്രീനിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ കണ്ടു. നല്ല ഒരു ഉറക്കം നഷ്ടപ്പെട്ട ചടവോടെ തല ഉയർത്തിയിരുന്ന് സിനിമ കാണുന്നത് തുടർന്നു. വല്ലാത്ത ഒരു പൊസിഷനിൽ ഇന്റർവെൽ ബോർഡ് വീണു. അവിടെ തുടങ്ങുന്ന സ്പെഷ്യൽ ഫീലാണ് പിടിച്ചത് വെറും നീർക്കോലി, പൊത്തിനകത്തുള്ളത് രാജവെമ്പാല എന്ന രീതിയിൽ പിന്നെ അങ്ങോട്ട് ദൃശ്യം കുതിക്കുകയായിരുന്നു. അതിനുശേഷം സിനിമ തീരുന്നതുവരെയും സീറ്റിന്റെ തുമ്പിലായിരുന്നു ഇരിപ്പിടം. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം എന്നോണം എണീറ്റ് നല്ലൊരു കയ്യടി പാസാക്കിയതിനു ശേഷം യു പീപ്പിൾ ഹാവ് ഡൺ ഇറ്റ് എന്നർത്ഥം വരുന്ന രീതിയിൽ പെരുവിരൽ ഉയർത്തി സ്ക്രീനിലോട്ട് കാണിച്ച് മനസന്തോഷത്തോടെ തിയേറ്റർ വിട്ടിറങ്ങി. അതെ, ദൃശ്യം ഇനി അറിയപ്പെടാൻ പോകുന്നത് ബ്ലോക്ക് ബസ്റ്റർ മൂവി ദൃശ്യം എന്ന് തന്നെയായിരിക്കും. അത്രയ്ക്കും ബ്രില്യൻ ചിത്രം. കഥ: ഇടുക്കി ജില്ലയിലെ രാജാക്കാട്ട് എന്ന മലയോര ഗ്രാമപ്രദേശത്ത് ലോക്കൽ കേബിൾ TV സർവീസ്, കടമുറികൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാട്, റിയൽ എസ്റ്റേറ്റ് വ്യവസായം തുടങ്ങി ഒരുപാട് ചെറുകിട പരിപാടികളുമായി ജീവിക്കുന്ന പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം മാത്രം കൈമുതലായുള്ള ജോർജ് കുട്ടി എന്ന നിഷ്കളങ്കനായ വ്യക്തിയും അയാളുടെ ഭാര്യ റാണിയും 2 പെൺമക്കളും അടങ്ങിയ ഒരു കുടുംബമാണ് ചിത്രത്തിന്റെ അടിസ്ഥാന കഥ. തികച്ചും സ്വാഭാവികമായ അവരുടെ ജീവിതത്തിൽ അസ്വാഭാവികമായ ചില സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ ഉണ്ടാകുന്ന അമ്പരപ്പും ആധിയും ചേർന്ന് ദൃശ്യം എന്ന സിനിമയെ അതിന്റെ അടിസ്ഥാന കഥയിൽ നിന്നും വളരെയേറെ ദൂരം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒടുവിൽ സാധ്യമായ ഏറ്റവും മികച്ച രീതിയിൽ വളരെ രസകരമായ ഒരു ക്രൈം ത്രില്ലറായി ചിത്രം അവസാനിക്കുന്നു. സ്ക്രിപ്റ്റ് തന്നെയാണ് താരം. നല്ലൊരു സ്ക്രിപ്റ്റ് കയ്യിലുണ്ടെങ്കിൽ ബാക്കിയെല്ലാം യാന്ത്രികമായി സംഭവിച്ചുകൊള്ളും എന്ന് പറയുന്നത് ഒരു വലിയ സത്യമാണെന്ന് ദൃശ്യം തെളിയിക്കുന്നു. അതിന്റെ കാരണക്കാരൻ എന്ന നിലയിൽ ജിത്തു ജോസഫ് എന്ന സംവിധാനം ചെയ്യാൻ അറിയാവുന്ന എഴുത്തുകാരൻ പ്രേക്ഷകരുടെ എഴുന്നേറ്റുന്നുള്ള കയ്യടിക്ക് തികച്ചും അർഹനാണ്. വളരെ മികച്ച ഫോർമാറ്റിലുള്ള ഒരു തിരക്കഥ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അധികമൊന്നുമില്ലാത്ത രീതിയിൽ സിനിമയാക്കി മാറ്റിയപ്പോൾ മോഹൻലാൽ എന്ന മഹാപ്രതിഭയെ പോലും മാറ്റി നിർത്തി രസിക്കാൻ ശ്രമിക്കാതെ പ്രേക്ഷകർ ഒന്നടങ്കം സിനിമയുടെ ടോട്ടാലിറ്റിയുടെ പിറകെ പോകുന്ന ഒരു കാഴ്ച വർഷങ്ങൾക്ക് ശേഷം കാണാനായി. മോഹൻലാൽ, മീന, 2 കുട്ടികൾ തുടങ്ങിയവർ യഥാർത്ഥത്തിൽ ഒരു കുടുംബം തന്നെയാണോ എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. സഹദേവൻ എന്ന പോലീസ് കോൺസ്റ്റബിളിന്റെ വേഷത്തിൽ വന്ന് കലാഭവൻ ഷജോണിന് ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നതും ദൃശ്യം നൽകുന്ന ഒരു സംഭാവനയാണ്. ആശാ ശരത് സിദ്ദിഖ് കോമ്പിനേഷൻ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്നറിയാൻ സിനിമ കാണുക തന്നെ വേണം. ഇർഷാദ്, കുഞ്ചൻ, പ്രി ശ്രീകുമാർ, രാമചന്ദ്രൻ, റോഷൻ തുടങ്ങി എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ തീർത്തും ഭംഗിയാക്കി. സുജിത് വാസുദേവ് എന്ന സമർത്ഥനായ സിനിമാറ്റോഗ്രാഫറുടെ സാന്നിധ്യം പകർന്നു തരുന്ന ദൃശ്യഭംഗി തിയേറ്റർ വിട്ടിറങ്ങിയാൽ പോലും മനസ്സ് വിട്ടു പോകുന്നില്ല എന്നത് ഉറപ്പാണ്. അതുകൂടാതെ വിനു തോമസിന്റെ നല്ല 2 ഗാനങ്ങളും അനിൽ ജോൺസിന്റെ വളരെ മികച്ച പശ്ചാത്തല സംഗീതവും ഒക്കെ ചേർന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ ശരിക്കും പതിഞ്ഞു പോകുന്ന ഒരു സ്റ്റഫാണ് ദൃശ്യം. ഓരോ പ്രധാന വാർത്തയും ഇന്ന് തന്നെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.